ഹലോ പത്രമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ എലിസബത്ത് മുത്തശ്ശനെ ഫോൺ ചെയ്യുകയാണ് കേട്ടോ. മുത്തശ്ശനെ എലിസബത്തിനെ വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നയനമോൾക്ക് എങ്ങനെയുണ്ട്, ആരോഗ്യസ്ഥിതിക്ക് എങ്ങനെയുണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല സാർ, ആഹാരം കഴിക്കുന്നതിലൊക്കെ ഇത്തിരി മടിയുണ്ട്, പിന്നെ ഞാനതൊക്കെ നിർബന്ധിച്ച് കൊടുക്കും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം, മോൾക്ക് വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല, കാര്യങ്ങളൊക്കെ നോക്കിക്കോണം എന്നൊക്കെ പറയണം. അങ്ങനെ ചെയ്യാം സാർ എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോൺ സംഭാഷണം നയന അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നയനയ്ക്ക് സംശയം തോന്നും, മുത്തശ്ശൻ തന്നെ ആയിരിക്കുമോ ഇത്, കാരണം സാറെന്നൊക്കെയാണല്ലോ വിളിക്കുന്നത്, അപ്പം മറ്റാരും അങ്ങനെ വിളിക്കാനുള്ള സാധ്യതയില്ല, അപ്പം മുത്തശ്ശനാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് തെളിയിക്കാനായിട്ട് നയന കുറച്ച് ക്ഷീണവും അവശതയും ഒക്കെ അഭിനയിക്കുന്നു. എനിക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കുമ്പോൾ അത് വേണ്ട, എനിക്ക് കിടക്കണം, ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കാകെ വിഷമം വെച്ചാൽ ഈ ഒരു കണ്ടീഷനിലും ഈ ഒരു അവസ്ഥയിലും മുത്തശ്ശൻ എന്നെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കാര്യം ഞാൻ അർദ്ധശേഖരനോട് തുറന്ന് പറയട്ടെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ഇരിപ്പ് വശം മുത്തശ്ശനും എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ അർദ്ധശേഖരനും മുത്തശ്ശനോടും കെറുവ് തോന്നും. അപ്പോൾ അവർ തമ്മിലുള്ള അകൽച്ച കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പരാതി പോലും ഞാൻ ഏട്ടനോടും പറയാത്തത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമമൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നയന ഇടയ്ക്ക് എലിസബത്തിനെ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇത്തിരി കഴിയുമ്പോൾ എലിസബത്ത് മുത്തശ്ശനെ വിളിച്ചിട്ട് പറയുന്നു, മോളുടെ കണ്ടീഷൻ വളരെ മോശമാണ്, മോൾക്ക് ഭയങ്കര ടെൻഷനാണ്, മുത്തശ്ശൻ്റെ കാര്യം ഓർത്തിട്ട് മുത്തശ്ശൻ ഈ ഒരു സാഹചര്യത്തിലും മിണ്ടുന്നില്ല, സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോൾക്ക് തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശന് ഒരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ അതിനെന്താ ഒരു പരിഹാരം. അങ്ങനെയാണ് മുത്തശ്ശന് ഒരു തീരുമാനം എടുക്കുന്നത്, ഇനിയിപ്പോൾ നയനമോളെ കാണണം, അതിന് ഒരു സ്ഥലം. അപ്പോൾ അതിനായിട്ട് മുത്തശ്ശൻ്റെ ഒരു മെസ്സേജ് എഴുതുവാണ്, നാളെ മോള് നമ്മളുടെ കുടുംബക്ഷേത്രം, അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ മൂലസ്ഥാനമായ ഒരു ആ ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് വരണം. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം, വരണം, ആദർശനെ കൂട്ടാൻ പാടില്ല, എലിസബത്തിനെയും കൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നീട് അനന്തപുരി തറവാട് കാണിക്കുന്നു. അവിടെയാണെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ, കേക്ക് മുറിച്ച വീഡിയോ ഒക്കെ ദേവയാനി ജേനയും അജയനെയൊക്കെ കാണിക്കുകയാണ്. ഈ സമയത്ത് അവന്തി അവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ടേക്ക് അബിയും നവ്യയും കൂടെ വരികയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ അബിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്, മുഖം കാണുമ്പോൾ തന്നെ അറിയാം. അതുമാത്രമല്ല ദേവയാനി ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്, കഴിഞ്ഞ ഒരു വിഷുവിൻ്റെ വിജയത്തിന് ഇവനവിടെ കേക്കൊക്കെ മുറിച്ചിരുന്നു, അതുപോലെ ഇപ്പോഴെന്താണ് ചെയ്യാത്തത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിരുന്നൊക്കെ പറയുമ്പോൾ അബി പറയുന്നു, അതൊന്നും ഷെയർ കൊടുത്ത് ഞാനല്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇവൾക്കും അതിലൊക്കെ താല്പര്യം കൂടുതലായിരുന്നല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നവ്യയും നിൽപ്പുണ്ട്. അപ്പോൾ അബി പറയുന്നു, എനിക്ക് ആരോടും മത്സരത്തിനൊന്നും ഉള്ള ഭാവമില്ല, മത്സരിക്കാനൊന്നും എനിക്ക് ഇതില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആകെ ഒരു ഭാവത്തിൻ്റെ മട്ടിലേക്കാണ് അവർ നിൽക്കുന്നത്. എനിക്കങ്ങനെ മത്സരഭാവമൊന്നും ഇല്ല എന്നൊക്കെ. പക്ഷെ നബിയുടെ മനസ്സിൽ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പഠനം തുടങ്ങിക്കഴിഞ്ഞ് ഇനി അത് മാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറി ഇപ്പോഴല്ല പണ്ടും ഉയർച്ചയിൽ തന്നെയായിരുന്നു, ഇനിയും അതുപോലെ ഒരുപാട് പടവുകളിലേക്ക് ഉയരാനുണ്ട്, ഉയർക്കുക തന്നെ ചെയ്യും എന്നൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട്. പക്ഷേ ഇത് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അബിയുടെ ആ ഒരു സൈഡിൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടെന്ന് പറയുന്നുണ്ട്, ഇത്രയും ഒരു പ്രാവശ്യം അങ്ങോട്ട് ഇത്രയും കിട്ടിയപ്പോൾ തന്നെ വലിയ ആഘോഷം നടത്തേണ്ട കാര്യമില്ലല്ലോ, ഇനിയും സന്ദർഭങ്ങൾ കിടക്കുകയില്ലെന്നുള്ളൊക്കെ രീതിയിലാണ് നവ്യ സംസാരിക്കുന്നത് കേട്ടോ. പിന്നീട് അവന്തിയുണ്ട്. അവന്തിയ പറഞ്ഞു, ഞാൻ ആ ഫംഗ്ഷന് പോയിട്ടില്ല, ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു, ഇല്ലെങ്കിൽ ഞാനും കൂടെ പോയിന്നൊക്കെ അവന്തിയ പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു ആഘോഷത്തിൻ്റെ ഫംഗ്ഷനായിട്ട് അനി നന്ദുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നന്ദു അങ്ങനെ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങുന്നു. അതുപോലെ അനി ഇങ്ങനെ റൂമിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതുപോലെ ജാനകി വന്നിട്ട് ആ ഒരു ഡയലോഗൊക്കെ പറയുന്നുണ്ട്, നിൻ്റെ വിജയമാണ്, നിൻ്റെ പരിശ്രമം, ഇനി അവിടുന്ന് MD കസേര ഇറങ്ങി കൊടുക്കലെന്നൊക്കെ രീതിയിൽ. അപ്പോൾ അനി പറയുന്നുണ്ടില്ല, എൻ്റെ ഏട്ടൻ എപ്പം വന്നാലും ഞാൻ ആ കസേര ഒഴിഞ്ഞു കൊടുക്കും. അമ്മ എന്തായി പറയുന്നത്, എൻ്റെ അച്ഛൻ തന്നെ വലിയച്ഛനെ പിന്തള്ളിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്, അത് കണ്ടാണ് ഞാനും വളർന്നത്, എൻ്റെ ഏട്ടൻ എപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ കസേര ഒഴിഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയണം. അപ്പോൾ ജാനകി പറയുന്നത്, നിൻ്റെ വിജയമാണ്, നീ ഒരിക്കലും അവിടെ നിന്ന് മാറരുതെന്നൊക്കെ, അതൊക്കെ പതിവായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ നന്ദു ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം റെഡി ആകുമ്പോൾ കനകയും ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ്, പെട്ടെന്നൊരു കോൾ വന്നിട്ട് പോകുന്നല്ലോ, ഇതൊരു പതിവാണ്, ആരാന്ന് ചോദിക്കാനും പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ഏതൊരു കോൾ വന്നാലും ഓഫീസിൽ നിന്നൊന്ന് പറയാമല്ലോ, പിന്നെ പ്രത്യേകിച്ച് SI ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് ഓഫീസിലേക്കാണ് പോകേണ്ടതെന്നല്ല മറ്റെങ്ങത്തേക്കോ എല്ലാം ഒക്കെ പറയുകയാണ്. അങ്ങനെ തിരക്ക് പിടിച്ച് നന്ദു അവിടെ നിന്ന് ഇറങ്ങുന്നു. വഴിയിൽ പിന്നീട് അനി ഫോൺ ചെയ്യുന്നുണ്ട്, നീ ഇത് വിടാ, ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു, അപ്പോൾ ഇറങ്ങിക്കൊള്ളാനാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ എത്താറായിട്ടുണ്ട്, നിനക്ക് നേരത്തെ ഇനി ഇറങ്ങിക്കൂടായിരുന്നോ
എന്താ പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് അനി ഇങ്ങനെ വണ്ടി എടുക്കുന്ന സമയത്ത് സൈഡിലോട്ടൊരു ബൈക്കുകാരനെ വന്ന് തട്ടുകയും അയാളൊന്ന് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ആളുകൾ കൂടി ഇത്രയും സംസാരവും വിഷയമൊക്കെ ആവുന്നു. അങ്ങനെ പെട്ടെന്ന് പൈസ കൊടുത്ത് അനി ഒതുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് തിരിയുന്ന ആ ഒരു അനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്.